എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. കേരള പി എസ് സി ഇപ്പോൾ കുറച്ചധികം ജോബ് നോട്ടിഫിക്കേഷൻസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ SSLC +2 ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 4 പോസ്റ്റുകളാണ്. അപ്പോൾ അതിൽ 3 KGT യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ DCA ക്വാളിഫിക്കേഷൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് വരുന്ന ലാസ്റ്റ് ഡേറ്റ്, ശമ്പള സ്കെയില്, എത്ര വേക്കൻസി ഉണ്ട് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ്. ആ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജൂനിയർ ടൈപ്പിസ്റ്റ് ക്ലർക്ക്, LD ക്ലർക്ക്, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി ടു മാനേജിംഗ് ഡയറക്ടർ തുടങ്ങിയ പോസ്റ്റുകളാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി പരിചയപ്പെടുത്താൻ പോകുന്ന പോസ്റ്റുകളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കേരള പി എസ് സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്ക് കിട്ടുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് കേരള പി എസ് സി തുളസി എന്നുള്ള സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്ത് നമ്മുടെ സ്വന്തം പ്രൊഫൈലിൽ നിന്നും ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. SSLC ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റാണ് ജൂനിയർ ടൈപ്പിസ്റ്റ് ക്ലർക്ക്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 140/2021. ഇതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2/6/2021. നെയിം ഓഫ് ഫേം കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. സ്കെയിൽ ഓഫ് പേ 5250 മുതൽ 8390 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി 1. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 39 വയസ്സ് വരെ. അതായത് 2/1/1982 1/1/2003 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ആപ്ലിക്കൻസ്. അപ്പം ഈ 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ SC ST OBC കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പാസ് ഇൻ SSLC, പാസ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് KGT ഓർ MGT ലോവർ, മലയാളം ഓർ ഇക്വാലൻറ്റ്, പാസ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് KGT ഓർ MGT ലോവർ ഇൻ ഇംഗ്ലീഷ് ഓർ ഇക്വാലൻറ്റ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത്രയാണ് ക്വാളിഫിക്കേഷൻസ് വരുന്നത്. +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു പോസ്റ്റാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 139/2021. ഇതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2/6/2021 ആണ്. നെയിം ഓഫ് ഫേം കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. സ്കെയിൽ ഓഫ് പേ 9790 മുതൽ 10780 വരെ. നമ്പർ ഓഫ് വേക്കൻസി 1. ഇതിൽ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെ. അതായത് 2/1/1985 1/1/2003 ഇടയ്ക്ക് ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതായത് ഈ ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. SC ST OBC കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് +2 ഓർ ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷൻ, DCA ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ എ കോഴ്സ് ഓഫ് സ്റ്റഡി ഓഫ് മിനിമം 3 months duration from an institute or recognized by government. Probation എന്ന് പറയുന്നത് the candidate selected to the post shall from the date of appointment be on probation for a period of 2 years on duty within a continuous period of 3 years. +2 ക്വാളിഫിക്കേഷനുള്ള അടുത്തൊരു പോസ്റ്റാണ് പ്രൈവറ്റ് സെക്രട്ടറി ടു മാനേജിംഗ് ഡയറക്ടർ. അപ്പോൾ ഇതിൽ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 138/2021. ഇതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 2/6/2021. നെയിം ഓഫ് ദ ഫേം കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. സ്കെയിൽ ഓഫ് പേ 9940 മുതൽ 16580 വരെ. നമ്പർ ഓഫ് വേക്കൻസി 1. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെ. അതായത് 2/1/1985 1/1/2003 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഈ ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ SC ST OBC കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പാസ് ഇൻ +2 ഓർ ഇക്വാലൻറ്റ്, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് KGT വിത്ത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ്. പിന്നെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഷോർട്ട് ആൻഡ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് KGT ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ്. അതുപോലെ തന്നെ ദോസ് ഹു ഹാവ് പാസ്ഡ് ദ KGT ടൈപ്പ് റൈറ്റിംഗ് ബിഫോർ January 2002 should produce separate certificate in computer word processing or its equivalent obtained after a course of study of minimum 3 months duration. അപ്പോൾ ഇതിലെ പ്രൊബേഷൻ എന്ന് പറയുന്നത് the candidate selected to the post shall from the date of appointment be on probation for a period of 2 years on duty within a continuous period of 3 years.
ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റാണ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ്. ഇതിലെ കാറ്റഗറി നമ്പർ 137/2021. ലാസ്റ്റ് ഡേറ്റ് 2/6/2021. ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. സ്കെയിൽ ഓഫ് പേ 13,900 മുതൽ 24,040 വരെ. നമ്പർ ഓഫ് വേക്കൻസി 8. ഏജ് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെ. അതായത് 2/1/1985 1/1/2003 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. അപ്പോൾ ഈ 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ SC ST OBC കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ക്വാളിഫിക്കേഷൻസ് വരുന്നത് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് KGT or equivalent, lower grade certificate in typewriting Malayalam KGT or equivalent, lower grade certificate in shorthand English KGT or equivalent, lower grade certificate in shorthand Malayalam KGT or equivalent. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രത്യേകം നോട്ട് ചെയ്യണം, ദോസ് ഹു ഹാവ് പാസ്ഡ് ദ KGT ടൈപ്പ്റൈറ്റിംഗ് ബിഫോർ 2002 ഷുഡ് പ്രൊഡ്യൂസ് സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് or its equivalent. Probation. Every person appointed to the above post shall from the date on which he joins duty be on probation for a period of 2 years on duty within a continuous period of 3 years. അപ്പോൾ ഇത്രയാണ് പോസ്റ്റുകൾ വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.